പേവിഷ വാക്സിൻ എടുത്തിട്ടും ഒരു മാസത്തിനിടെ 3 കുട്ടികൾ മരിച്ചതോടെ വാക്സിന്റെ ഗുണനിലവാരം സംബന്ധിച്ച ചർച്ചകളും സജീവമാണ്. പേവിഷബാധ പ്രതിരോധിക്കാൻ വാക്സിൻ എടുത്താൽ മാത്രം പോരാ എന്നാണ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രവീൺ വ്യക്തമാക്കുന്നത്. നായയുടെ കടിയേറ്റാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർ പ്രവീൺ ന്യൂസ് മലയാളത്തോട് വിശദീകരിച്ചിട്ടുണ്ട്. വാക്സിൻ പാളിച്ചയാണോ, പ്രാഥമിക ചികിത്സയുടെ അഭാവമാണോ ആവർത്തിക്കപ്പെടുന്ന പേവിഷബാധയുടെ കാരണമെന്നതാണ് നിലവിലെ പ്രധാന ചർച്ച. വാക്സിൻ എടുക്കുന്നതിനോളം പ്രാധാന്യമുണ്ട് പ്രാഥമിക ചികിത്സയ്ക്കുമെന്നതാണ് വാസ്തവം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുറിവ് അടിയന്തരമായി നന്നായി കഴുകുക എന്നതാണ്. ഈ ഒരു പ്രതിരോധ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഭാഗം ഈ മുറിവ് കഴുകലാണ്. കാരണം മാക്സിമം വൈറസുകളെ നമ്മൾ ആ മുറിവിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾക്ക് ഈ കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ നേരെ ഹോസ്പിറ്റലിൽ പോയി വാക്സിൻ എടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ നേരെ ഹോസ്പിറ്റലിൽ പോകും. ഈ മുറിവ് കഴുകുന്നതിന് വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. പക്ഷെ അവിടെ ഈ ഒരു 80% വൈറസുകളെ ഈ മുറിവിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഈ കഴുകൽ വഴിയാണെന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. വാക്സിൻ കൃത്യമായും പൂർണ്ണമായും എടുക്കുക എന്നതും പ്രധാനമാണ്. ചെറിയ മുറിവെന്ന് കണ്ട് അവഗണിക്കാതെ വാക്സിൻ എടുക്കണം. മൃഗങ്ങളുടെ കടിയേൽക്കുന്നതിന് മുൻപ് തന്നെ പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കുന്നതും പേവിഷബാധയെ തടയുന്നതിന് സഹായകമാകും. കടി കിട്ടുന്നതിന് മുമ്പോ പ്രീ എക്സ്പോഷറായിട്ട് തന്നെ റാബീസ് വാക്സിനും എടുക്കാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഈ ലോകാരോഗ്യ സംഘടനയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയൊക്കെ പറയുന്ന 3 ഡോസായിട്ട്, അതായത് 0-7-28 എന്ന് പറഞ്ഞ 3 ഡോസ് എടുത്താൽ നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ ഇതിനെതിരെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. ഈ നേരിട്ട് ഞരമ്പിലോട്ടൊക്കെ കയറുന്ന അല്ലെങ്കിൽ നടിയിലേക്ക് കയറുന്ന രീതിയിലുള്ള മുറിവൊക്കെ വന്നാൽ അപകടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ ഒരു പ്രീ എക്സ്പോഷർ നേരത്തെ വാക്സിൻ എടുത്തു വെച്ചത്. വാക്സിൻ പ്രതിരോധം സംബന്ധിച്ച സംശയങ്ങളുടെ പേരിൽ വാക്സിൻ കുട്ടികൾക്ക് നൽകാതെ ഇരുന്നാൽ കൂടുതൽ അപകടങ്ങളിലേക്കാവും കാര്യങ്ങൾ നീങ്ങുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.